ബി.ജെ.പിയുടെ പൊന്നാപുരം കോട്ട എന്ന് ചരിത്രത്താളുകളിൽ കൊത്തിവെച്ചൊരു സംസ്ഥാനം. ആ കോട്ട പേറുന്ന ബുൾഡോസർ രാഷ്ട്രീയത്തെയാണ് ഒറ്റക്കൊരാൾ ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്നും ബി.ജെ.പിയുടെ കരുത്ത് യു.പിയിലെ സ്ഥാനാർത്ഥികളുടെ വമ്പൻ വിജയമായിരുന്നു. മോദി, യോഗി, അതിതീവ്ര ഹിന്ദുത്വ, അയോധ്യ, അങ്ങനെ തന്ത്രങ്ങൾ ഓരോന്നായി പയറ്റിത്തെളിഞ്ഞു വന്ന സംസ്ഥാനത്ത് ബി.ജെ.പി അല്ല ലീഡ് ചെയ്യുന്നത്, സമാജ്വാദി പാർട്ടിയാണ്. അവിടെ നായകൻ അഖിലേഷ് യാദവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റ് നേടി ബി.ജെ.പി തൂത്തുവാരിയിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ 33 സീറ്റുകളിൽ മാത്രമാണ് ബി.ജെ.പി മുന്നേറിയത്. വെറും 5 സീറ്റ് വിജയിച്ചിടത്തു നിന്ന് എസ്.പി 37 സീറ്റിന്റെ തിളക്കമാർന്ന മുന്നേറ്റവും കാഴ്ചവെച്ചു. യു.പിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ധാരണ പ്രകാരം സമാജ്വാദി പാർട്ടി 62 സീറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് 17 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. മോദിക്ക് എവിടെ കാലിടറി എന്ന ചോദ്യത്തെക്കാൾ എസ്.പിക്ക് എങ്ങനെ ഈ വലിയ വിജയത്തിലേക്ക് എത്താനായെന്ന ചോദ്യമാണ് ഉത്തമം. ആ ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ: അഖിലേഷ് യാദവ് എന്ന നേതാവിന്റെ കൂർമ്മ ബുദ്ധിയും രാഷ്ട്രീയ പാരമ്പര്യവും. നിലവിലുള്ള സമവാക്യങ്ങളെ പൊളിച്ച് പുതിയ സമവാക്യങ്ങൾ പരീക്ഷിക്കാനുള്ള അഖിലേഷിന്റെ തീരുമാനം വിജയം കണ്ടു. യു.പിയിൽ മോദി, യോഗി, അതിതീവ്ര ഹിന്ദുത്വ ദ്വയങ്ങളോട് പോരാടാൻ ഇന്ത്യ മുന്നണിയെയും സമുദായങ്ങളെയും ചേർത്ത് നിർത്തി അഖിലേഷ് കാണിച്ച രാഷ്ട്രീയ തന്ത്രം. അതേസമയം മുലായം സിംഗ് യാദവിന്റെ കാലത്ത് മുതലുള്ള മുസ്ലിം യാദവ പാർട്ടി എന്ന ലേബൽ ബോധപൂർവം എടുത്തു കളഞ്ഞാണ് അഖിലേഷ് തന്റെ യു.പി മിഷൻ ആരംഭിക്കുന്നത്. മുസ്ലിം യാദവ നേതാക്കൾക്ക് കൂടുതൽ സ്ഥാനാർത്ഥിത്വം നൽകിയിരുന്ന രീതിയിൽ നിന്നും മാറി യാദവ ഇതര പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്ക് സീറ്റ് വിതരണത്തിൽ പരമാവധി പ്രാതിനിധ്യം നൽകിയാണ് അഖിലേഷ് ബി.ജെ.പിക്ക് മേൽ അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഏറെക്കാലത്തെ തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്ന അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ പാർട്ടിക്ക് വൻ തിരിച്ചടി നേരിടേണ്ടി വന്നു. എസ്.പിയുടെ അവധേഷ് പ്രസാദ് ഫൈസാബാദിൽ വിജയിച്ചത് ബി.ജെ.പിക്കേറ്റ കനത്ത പ്രഹരമാണ്. ബി.ജെ.പിയുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടായ അയോധ്യ പോലും അഖിലേഷ് പിടിച്ചെടുത്തു. പോരാത്തതിന് രാംലല്ല യു.പിയിൽ ഏശിയിട്ടില്ല എന്ന് തന്നെ പറയാം. സംസ്ഥാനത്ത് 20% വരുന്ന മുസ്ലിം ജനവിഭാഗത്തെ പ്രതിനിധീകരിച്ച് 4 സ്ഥാനാർത്ഥികളെ മാത്രമാണ് സമാജ്വാദി പാർട്ടിയും അഖിലേഷും രംഗത്തിറക്കിയത്. പൊതുവെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്നും മാറി സ്വാധീന ശേഷിയില്ലാത്ത ജാതി വിഭാഗങ്ങളെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടുത്തിയതാണ് അഖിലേഷിന് നേട്ടമായത്. 2014 മുതൽ ബി.ജെ.പിക്ക് പിന്നിൽ അണിനിരക്കുന്ന ഈ വിഭാഗത്തെയും ഒപ്പം കൂട്ടാനുള്ള എസ്.പിയുടെ നീക്കം വിജയിച്ചു. 30% ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുള്ള മൊറാദാബാദ്, മീററ്റ് സീറ്റുകളിൽ ഹിന്ദു സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ അഖിലേഷ് മത്സരിപ്പിച്ചത്. ഒരു ജനറൽ സീറ്റിലേക്ക് ദളിത് സ്ഥാനാർത്ഥിയെ നിർത്തി. ഈ നിലയിൽ പരമ്പരാഗത സീറ്റ് നിർണയ രീതികൾ മാറ്റിപ്പിടിക്കാൻ അഖിലേഷ് യാദവ് തയ്യാറായിരിക്കുകയാണ്. തന്റെ PDA ഫോർമുലയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അഖിലേഷിന്. പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ എസ്.പിക്കൊപ്പം നിൽക്കുമെന്ന് അഖിലേഷ് ഉറച്ചു വിശ്വസിച്ചു. ഇത്തവണ ബി.ജെ.പിയുടെ സമവാക്യങ്ങളും പ്രതീക്ഷകളും ഈ ഫോർമുലയിൽ തകർന്നു വീഴുമെന്ന് അഖിലേഷ് പറഞ്ഞിരുന്നു. ആ വിശ്വാസം വെറുതെയായില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കിങ് മേക്കറായി അഖിലേഷ് യാദവ് നിറഞ്ഞു നിൽക്കുന്നത്.